നമസ്കാരം. ഒരു കുടുംബത്തിൻ്റെ അധികാരത്തിനോടുള്ള ആർത്തിയും അത്യാഗ്രഹവും എല്ലാം കൊണ്ട് ഭാരതത്തിന് നമുക്ക് അവകാശപ്പെട്ട അല്ലെങ്കിൽ നമ്മുടേതായിരുന്ന ഒരുപാട് ഭൂപ്രദേശങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് അക്സായി ചിന്നായാലും പാക് അധിനിവേശ കാശ്മീരായാലും. ഈ പാക് അധിനിവേശ കാശ്മീർ അടിസ്ഥാനപരമായിട്ട് കശ്മീരിനെ ഭാരതത്തോട് ചേർക്കുവാനുള്ള ഒരു തീരുമാനം യഥാസമയത്ത് കൃത്യസമയത്ത് ജവഹർലാൽ നെഹ്റു കൈക്കൊണ്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവിടെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളവരെ അധികാരത്തിലെത്തിക്കാൻ, ഷെയ്ഖ് അബ്ദുള്ളയെ പോലുള്ളവരെ അധികാരത്തിൽ എത്തിക്കുവാനുള്ള ചരടുവലികൾ നടത്തുന്നതിൽ അദ്ദേഹം വ്യാപൃതനാകാതെ സൈന്യത്തിന് ഒരു ഫ്രീ ഹാൻഡ് യഥാസമയം നൽകിയിരുന്നെങ്കിൽ പാക് അധിനിവേശ കാശ്മീർ ഒരുപക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ലായിരുന്നു. പിന്നീട് 1971 ഏതാണ്ട് 93,000 പാകിസ്ഥാനി സൈനികർ നമ്മുടെ യുദ്ധത്തടവുകാരായി നിലനിൽക്കുമ്പോൾ യാതൊരു വിലപേശലിനും മുതിരാതെ അവരെല്ലാം വിട്ടുകൊടുത്ത് ഇന്ദിരാഗാന്ധി വീണ്ടും പാക് അധിനിവേശ കാശ്മീർ നമുക്ക് തിരികെ ലഭിക്കുന്ന ഒരവസരം നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ തിരികെ ലഭിക്കുവാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുത്തി. ഇത്രയും ചരിത്രം. ഇനിയുള്ളത് മുന്നോട്ടുള്ള കാലമാണ്, ഭാവിയാണ്. ഭാവിയിൽ എന്തായാലും പാക് അധിനിവേശ കാശ്മീർ ഭാരതത്തോട് ചേർന്നേ മതിയാകൂ. അക്സായി ചിന്നിൻ്റെ കാര്യവും അതുപോലെ തന്നെ. പക്ഷേ പാക് അധിനിവേശ കാശ്മീരിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ തന്നെ പലപ്പോഴും ഭാരതത്തോട് കൂടിച്ചേരുവാനുള്ള, അല്ലെങ്കിൽ ഭാരതത്തിനോട് തിരികെ യോജിക്കുവാനുള്ള ആഗ്രഹം വിവിധ കാലഘട്ടങ്ങളിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് ഓരോ തവണയും ആ അഭിപ്രായ പ്രകടനങ്ങൾ അത്തരത്തിൽ ഉയർന്നു വരുമ്പോൾ അതിൻ്റെ ശക്തിയും അല്ലെങ്കിൽ അതിന് പിന്തുണ നൽകുന്ന ആളുകളുടെ എണ്ണവും വർദ്ധിച്ച് വരികയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ പാക് അധിനിവേശ കാശ്മീർ എന്തായാലും ഭാരതത്തോട് കൂടിച്ചേർന്നേ മതിയാകൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതൊരു ചരിത്രത്തിൻ്റെ ആവശ്യവും കൂടിയാണ്, അല്ലെങ്കിൽ കാലത്തിൻ്റെ ആവശ്യവും കൂടിയാണ്. പക്ഷേ അതിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ വരാം. പക്ഷേ ഇപ്പോൾ പാക് അധിനിവേശ കാശ്മീരിൽ സമാനതകളില്ലാത്ത രീതിയിൽ പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും ഉടലെടുത്തിരിക്കുകയാണ്. ജോയിൻ്റ് അവാമി ആക്ഷൻ കൗൺസിൽ അഥവാ JAAC എന്നൊരു സംഘടനയുണ്ട്. ആ സംഘടന വിവിധ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് വിവിധ കാര്യങ്ങൾ, ഞങ്ങൾക്ക് ഇന്ന ആവശ്യങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു തരണമെന്നുള്ള ഒരു രീതിയിൽ ഏറെക്കാലമായി പ്രതിഷേധങ്ങൾ ഉയർത്തുന്നുണ്ട്. പക്ഷേ അതിനെ തുടർന്ന് പാക് സർക്കാർ ഈ സംഘടനയെ നിരോധിത സംഘടനയെ ഏതാണ്ട് ഒരു ഭീകരവാദ സംഘടനയായി പ്രഖ്യാപിച്ചു. പക്ഷേ അവർക്ക് ഈ ജോയിൻ്റ് അവാമി ആക്ഷൻ കൗൺസിലിന് പാക് അധിനിവേശ കാശ്മീരിലുള്ള ജനപിന്തുണ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അവരെ പൂർണ്ണമായും അടിച്ചൊതുക്കുവാൻ ഇതുവരെ പാകിസ്ഥാനി സർക്കാരിന് സാധിച്ചിരുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം ഏതാണ്ട് 45 നിയോജക മണ്ഡലങ്ങൾ കൂടുതൽ വേണം. കാരണം പാക് അധിനിവേശ കാശ്മീരിൽ നിന്ന് അഭയാർത്ഥികളായി പാകിസ്ഥാൻ്റെ വിവിധ ഭാഗത്ത് നിരവധി കശ്മീരികൾ താമസിക്കുന്നുണ്ട്. അവരെയെല്ലാം പ്രതിനിധീകരിച്ചുകൊണ്ട് ഏതാണ്ട് 45 നിയോജക മണ്ഡലങ്ങൾ അവിടെ കൂടുതൽ വേണം. അതായത് ഒരു ജനപ്രാതിനിധ്യം കൂടുതൽ ആ പ്രദേശത്തിനുണ്ടാകണമെന്നുള്ള ആവശ്യവും, കൂടാതെ ആ പ്രദേശത്ത് ഇപ്പോൾ ഏതാണ്ട് വെള്ളമോ വെളിച്ചമോ ഒന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ സ്ഥിരമായി ലഭിക്കാത്തൊരവസ്ഥയാണ്. പാകിസ്ഥാനിൽ ഏതാണ്ട് മുഴുവൻ അങ്ങനെ തന്നെയാണ് അവസ്ഥ. പക്ഷേ പാക് അധിനിവേശ കാശ്മീരിൻ്റെ കാര്യത്തിൽ ബലൂചിസ്ഥാനെ പോലെ തന്നെ ആ പ്രദേശത്തെ ചൂഷണം ചെയ്ത് ഭാരതത്തിനെതിരെയുള്ള ഒരു സൈനിക താവളമോ അല്ലെങ്കിൽ ഭീകരവാദികളെ പരിശീലനം നൽകി ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറ്റുവാനുള്ള ഒരു ലോഞ്ചിങ് പാഡായിട്ടോ അല്ലാതെ ആ പ്രദേശത്തിൻ്റെ വികസനത്തിനെ സംബന്ധിച്ചോ ജനങ്ങളുടെ നന്മയെ സംബന്ധിച്ചോ പാകിസ്ഥാനിൽ മാറി വന്ന ഒരു സർക്കാരുകളും പാകിസ്ഥാൻ്റെ പട്ടാളവും ISIയുമാണല്ലോ ആത്യന്തികമായി അവിടെ ഭരിക്കുന്നത്, അവരോ യാതൊരു താല്പര്യവും എടുത്തിരുന്നില്ല. ബലൂചിസ്ഥാനെ പോലെ തന്നെ മറ്റൊരു തരത്തിൽ ബലൂചിസ്ഥാനിൽ ഈ ഭൗമ വിഭവങ്ങളാണ് ചൂഷണം ചെയ്യുന്നതെങ്കിൽ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൽ ആ പ്രദേശത്തിൻ്റെ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ളൊരു നിലനിൽപ്പാണ് അവർ ചൂഷണം ചെയ്യുന്നത്. അല്ലാതെ ജനങ്ങൾക്ക് അവിടെ യാതൊരു പ്രാതിനിധ്യമോ പ്രത്യേകതയോ അല്ലെങ്കിൽ ഒരു പരിഗണനയോ ലഭിച്ചിരുന്നില്ല ഒരു പാകിസ്ഥാനി സർക്കാരിൽ നിന്നും. അതുകൊണ്ട് തന്നെ ആ പ്രതിഷേധം ആ മേഖലയിൽ സ്വാഭാവികമായി ഉയർന്നു വരുന്ന ഒരു പ്രക്രിയയാണ്, അല്ലെങ്കിൽ ഒരു ഘടകമാണ് പാകിസ്ഥാനി രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നിരവധി കാലങ്ങളായി. പക്ഷേ എന്തെങ്കിലും ഒരു തരത്തിലൊരു പ്രതിഷേധം കൈവിട്ടു പോകുമെന്നുള്ള അവസ്ഥയാകുമ്പോൾ ഇതുവരെയുള്ള സർക്കാരുകൾ സ്വീകരിച്ചിരുന്ന ഒരു നയം, എന്തെങ്കിലും തരത്തിലുള്ള ഒരു അനുനയം, ഒരു അപ്പകഷ്ണം ഇട്ടുകൊടുത്ത് ആ പ്രതിഷേധത്തിൻ്റെ നേതാക്കളെ ശാന്തരാക്കുക, അല്ലെങ്കിൽ അവരെ വിലക്കിയെടുത്ത് ആ പ്രതിഷേധങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളൊരു നയതന്ത്രപരമായിട്ടുള്ള രീതിയായിരുന്നു, അല്ലെങ്കിൽ ഒരു നയമായിരുന്നു പാകിസ്ഥാനി സർക്കാരുകൾ ഇതുവരെ സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ ജോയിൻ്റ് അവാമി ആക്ഷൻ കൗൺസിൽ പോലുള്ള ആക്ഷൻ കമ്മിറ്റി പോലുള്ള സംഘടനകൾ അത്തരത്തിലുള്ള യാതൊരു സമവായത്തിനും ഒരുക്കമല്ല എന്നുള്ള തീരുമാനത്തിലാണ് എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ നിരോധനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് പാകിസ്ഥാനി സർക്കാർ നിർബന്ധിതരായി. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ആ പ്രദേശത്ത് പാക് അധിനിവേശ കാശ്മീരിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയും തുടർന്ന് സമാനതകളില്ലാത്ത രീതിയിൽ അവിടെ പട്ടാള
ഇറങ്ങുകയും സംഘർഷമുണ്ടാകുകയും ഒരു പോലീസുകാരനുൾപ്പെടെ 11 പേർ കൊല്ലപ്പെട്ടു. ഇത് ഔദ്യോഗിക വിവരമാണ്. 11 പേരിലധികം കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. ഏതാണ്ട് ഒരു ടിയാൻമെൻ സ്ക്വയറിൽ ചൈന ചെയ്തതുപോലുള്ളൊരു സൈനിക നീക്കമാണോ അവിടെ നടക്കുന്നതെന്ന് പോലും റോയിറ്റേഴ്സിൻ്റെ പ്രതിനിധികൾ ആശങ്കപ്പെടുന്നുണ്ട്. പക്ഷേ അത്രയും ഒരു രൂക്ഷമായ രീതിയിൽ, കാരണം ടിയാൻമെൻ സ്ക്വയറിൽ ടാങ്കുകൾ ഉൾപ്പെടെയുള്ളവ കയറി ഇറങ്ങി ഏതാണ്ട് 10,000-ന് മുകളിൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സ്ഥിരീകരിക്കപ്പെടാത്തതെന്ന് പറഞ്ഞാൽ ചൈന ഇതേവരെ സ്ഥിരീകരിക്കാത്ത, ടിയാൻമെൻ സ്ക്വയർ നടന്നിട്ടുണ്ടെന്നുള്ളൊരു ഭാവമേ ചൈനയ്ക്ക് ഇല്ലാത്തതുകൊണ്ട് സ്ഥിരീകരിക്കപ്പെടാത്ത കണക്കുകൾ. അത്തരത്തിലുള്ളൊരു അംഗസംഖ്യയിലേക്കൊന്നും കാര്യങ്ങൾ പോകുന്നില്ല എങ്കിൽ പോലും 11 പേർ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. അതിലൊരാൾ പോലീസുകാരനാണെന്നും പറയുന്നു. ആ പോലീസുകാരന് 23 വയസ്സേ ഉള്ളൂ. അത് പാകിസ്ഥാനി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ആഖ്യാന സൃഷ്ടിയാണ്. 23 വയസ്സാണെന്നുള്ളതല്ല, 23 വയസ്സുള്ളൊരു പോലീസുകാരൻ കൊല്ലപ്പെട്ടു, അതുകൊണ്ട് ആണ് ഭരണകൂടം ഇത്തരത്തിലുള്ള ഒരു അടിച്ചമർത്തലുകൾക്ക് മുതിരുന്നത് എന്നുള്ള ഒരു ആഖ്യാനം. ഇനി ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഭാരതത്തിന് സഹായകരമാകുമോ ഗുണകരമാകുമോ എന്ന് ചോദിച്ചാൽ ഒരു തരത്തിൽ ആകാം. കാരണം പാക് അധിനിവേശ കാശ്മീർ എന്നായാലും നമുക്ക് തിരികെ ലഭിക്കേണ്ട ഒരു ഭൂപ്രദേശമാണ്. ആ ഭൂപ്രദേശം ലഭിക്കുന്നതിലേക്ക് വേണ്ടി അവിടെ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് നയതന്ത്രപരമായി, ഒരു മാനുഷിക പരിഗണനയും വെച്ചല്ല ഞാൻ പറയുന്നത്, നയതന്ത്രപരമായും രാഷ്ട്രീയപരമായും ഭാരതത്തിന് ഗുണകരമാണ് എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതിനെ നിഷേധിക്കുവാൻ സാധിക്കില്ല. ഒരു മാനുഷിക പരിഗണന വേണ്ടേ എന്നൊക്കെ ചോദിച്ചതിനെ നിഷേധിക്കാൻ സാധ്യമല്ല. കാരണം പ്രായോഗിക രാഷ്ട്രീയമാണിത്. ഈ പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഇത് ഗുണകരമായി ഭവിക്കുമ്പോൾ തന്നെ ഒരു ദോഷവശം അവിടെ കിടപ്പുണ്ട്. കാരണം ഈ പാക് അധിനിവേശ കശ്മീരിലുള്ള ജനങ്ങൾ പാകിസ്ഥാൻ സർക്കാരുകളാൽ അവഗണിക്കപ്പെട്ട് കിടക്കുകയാണെങ്കിലും അവർക്ക് ഈ ബലൂചിസ്ഥാനിലെ നിവാസികൾക്ക്, ബലൂച്ചികൾക്കുള്ളതുപോലെ ഒരു പാരമ്പര്യമോ പൈതൃകമോ അതിലുള്ള ഒരു അഭിമാനമോ ഒന്നും സ്വാഭാവികമായി ലഭിച്ചിട്ടില്ല. കാരണം അവർക്ക് കഴിഞ്ഞ ഒരു 70-75 വർഷങ്ങളായി പാകിസ്ഥാൻ്റെ ഭരണകൂടത്തിൻ്റെ കീഴിലായിരുന്നത് കൊണ്ട് അവരുടെ പൈതൃകം ഏതാണ്ട് പൂർണ്ണമായും നഷ്ടപ്പെട്ടൊരവസ്ഥയിലാണ് അവരുടെ ഇപ്പോഴുള്ള തലമുറകൾ നിലനിൽക്കുന്നത്. അവർക്കാകെ അറിയാവുന്നത് ഇസ്ലാമിക മതത്തിൻ്റെ പാഠ്യഭാഗങ്ങളാണ്, അല്ലെങ്കിൽ ആ മതം പഠിപ്പിച്ച ഒരു പാഠ്യഭാഗങ്ങളാണ്. അതിൽ തന്നെ ആ പ്രദേശം ഭീകരവാദികളുടെ ഒരു പരിശീലന കേന്ദ്രമായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു ഭീകരവാദത്തിലേക്ക് അവരെ നയിക്കുന്ന തരത്തിലുള്ള ആശയങ്ങളാണ് അവരുടെ തലച്ചോറിൽ മുഴുവൻ കുത്തിവയ്ക്കപ്പെട്ടിരിക്കുന്നത് ഏറെക്കാലങ്ങളായി. ഏതാണ്ടൊരു അരനൂറ്റാണ്ടിന് മേലായി എന്ന് വേണമെങ്കിൽ കൃത്യമായിട്ട് പറയാം. ഒരു 80കൾ മുതലെന്ന് വേണമെങ്കിൽ ഒരു കൃത്യമായിട്ട് പറയാം. കാരണം ആ സമയം മുതലാണ് അവിടെ ഭീകരവാദ കേന്ദ്രങ്ങളുടെ, പരിശീലന കേന്ദ്രങ്ങളുടെ ഒരു വ്യാപനം തന്നെ ഉണ്ടായത്, അല്ലെങ്കിൽ ഉണ്ടായി തുടങ്ങിയത്. പിന്നീടാണ് അത് വർദ്ധിച്ച് വന്നത്. ഇപ്പോൾ അവിടെ ഭീകരവാദ കേന്ദ്രങ്ങളുടെ എണ്ണം കുറവായതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ സൈന്യം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ രഹസ്യമായി ഭീകരവാദികൾ ഇത്തരത്തിലുള്ള പ്രതിഷേധക്കാരെ കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥകൾ പലപ്പോഴും മുൻപുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഭീകരവാദികൾക്ക് അവിടെ സ്വതന്ത്ര വിഹാരം സാധ്യമല്ല. അത് ഉറിയിലെ ഭീകരവാദ ആക്രമണത്തെ തുടർന്നുണ്ടായ സർജിക്കൽ സ്ട്രൈക്കും പിന്നീടുണ്ടായ ബാലക്കോട്ടും ഒക്കെ അവരുടെ മനസ്സിൽ ഒരു ഭാരതത്തിൻ്റെ സൈന്യത്തിൻ്റെ ശക്തിയെ സംബന്ധിച്ചുള്ളൊരു ഭീതി വിതച്ചത് കൊണ്ടാണ്. സൈന്യത്തിൻ്റെ സ്വതന്ത്രമായ പ്രവർത്തനങ്ങൾ ഇപ്പോൾ സാധ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഏത് നിമിഷവും അവരുടെ ഭീകരവാദ കേന്ദ്രങ്ങൾ തച്ചുടയ്ക്കപ്പെടാം എന്നുള്ളൊരു ഭീതി അവരിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഓപ്പറേഷൻ സിന്ദൂരോടുകൂടി ആ ഭയം ഏതാണ്ട് അരക്കിട്ട് ഉറപ്പിക്കപ്പെട്ട് കഴിഞ്ഞു അവരുടെ മനസ്സിൽ. അതുകൊണ്ട് ആ ഭീകരവാദികളുടെ ഒരു സാന്നിധ്യം ആ പ്രദേശത്ത് ഇപ്പോൾ പഴയ പോലെ ശക്തമല്ല. ഇപ്പോഴും നുഴഞ്ഞു കയറുവാനായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത് ആ പ്രദേശം തന്നെയാണ് പ്രധാനമായെങ്കിലും ഭീകരവാദികളുടെ ഒരു സ്ഥിര സാന്നിധ്യം ആ മേഖലകളിൽ ഇപ്പോൾ അങ്ങനെ കാണപ്പെട്ട് വരാറില്ല. അതുകൊണ്ട് തന്നെ ഈ ജോയിൻ്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പോലുള്ള സംഘടനകൾക്ക് കുറേ കൂടി സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനുള്ളൊരു സാധ്യത അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രത്യേക ഘട്ടത്തിൽ അവർ ഭാരതവുമായി ചേരുവാനുള്ള ഒരു തീരുമാനം എടുക്കുകയും ഭാരതം അതിന് സമ്മതം മൂളുകയും പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിനെ തിരികെ എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ ഭാരതത്തിൻ്റെ മേൽ ചെലുത്തുവാൻ പോകുന്ന സമ്മർദ്ദത്തെയും ചൈനയെ പോലുള്ളവരെങ്ങനെ പ്രതികരിക്കുമെന്നുള്ള കാര്യത്തെയും എല്ലാം തൽക്കാലം ഒന്ന് മാറ്റിവെച്ച് സമാധാനപരമായി ആ പ്രദേശം നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരുകയാണെന്നുള്ളൊരു സാഹചര്യം ചിന്തിക്കുക. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു ചെറിയ പ്രശ്നം കിടപ്പുണ്ടെന്ന് പറയുന്നത്. ഈ മതപരമായിട്ടുള്ള പാഠ്യഭാഗങ്ങൾ മാത്രം തലയിൽ ഉൾക്കൊണ്ട് വളർന്ന ഒരു തലമുറ നമ്മുടെ കശ്മീരിലേക്ക് കൂട്ടിച്ചേരുമ്പോൾ, കശ്മീരിൻ്റെ യഥാർത്ഥ ഭൂപ്രകൃതിയിലേക്ക് വന്നു ചേരുമ്പോൾ, അതിൻ്റെ ചരിത്രപരമായിട്ടുള്ളൊരു നിയോഗം പോലെ വന്നു ചേരുമ്പോൾ അവിടെയുള്ള ജനവിഭാഗം ഭാരതത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു ജനവിഭാഗമായി ഉയർന്നു വന്നേക്കാം. നാളെ ബലൂചിസ്ഥാൻ ഒരുപക്ഷെ ഭാരതത്തോട് ചേർന്നാൽ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം ഇസ്ലാമികവൽക്കരിക്കപ്പെട്ട ഒരു ജനതയാണ് ബലൂച്ചികളെങ്കിൽ പോലും ബലൂച്ചികൾക്ക് അടിസ്ഥാനപരമായിട്ട് അവരുടെ പാരമ്പര്യത്തിലും പൈതൃകത്തിലും വലിയ അഭിമാനമാണ്. അത് ഭാരതവുമായി ഇഴചേർന്ന് കിടക്കുന്ന പാരമ്പര്യമാണെന്നവർ
വിശ്വസിക്കുകയും ചെയ്യുന്നു, അവരുടെ ഏറ്റവും പുതിയ തലമുറ മുതൽ. കാരണം തിരിച്ചറിവായ കാലം മുതൽ കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് അവരുടെ പൈതൃകത്തിൻ്റെ മഹത്വമാണ്. ഇസ്ലാമിൻ്റെ മഹത്വം രണ്ടാമതേ അവർ പഠിക്കുന്നുള്ളൂ. അവരുടെ പൈതൃകം അവർക്ക് വളരെ വലുതാണ്. അതിന് ഭാരതവുമായിട്ടുള്ള ഒരു ഇഴചേരൽ വളരെ ഇഴപിരിക്കാനാവാത്തൊരു ഇഴചേരലാണത് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഒരു സുഗമമായിരിക്കില്ല ഈ പാക് അധിനിവേശ കാശ്മീരിലെ ജനതയെ കൈകാര്യം ചെയ്യുന്നത്. കാരണം ഒരു ഭീകരവാദ ആശയങ്ങളിലേക്ക് ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടു പോയ അല്ലെങ്കിൽ ജിഹാദിവൽക്കരിക്കപ്പെട്ടു പോയൊരു തലമുറയാണ് അവിടെ ഉള്ളത്. അവർ നാളെ തോക്കെടുത്ത് പോരാടുമെന്നല്ല പറയുന്നത്. പക്ഷേ കശ്മീരിൽ, നമ്മുടെ ജമ്മു ആൻഡ് കശ്മീരിൽ ഇപ്പോൾ ശാന്തി നിലനിൽക്കുന്നുണ്ട് ഒരു പരിധി വരെ. അതിന് മുൻപ് നാം അഭിമുഖീകരിച്ചിരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. കല്ലേറുകളും എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് പള്ളി പിരിഞ്ഞാൽ കല്ലേറിന് ഒരു സ്ഥിരം കലാപരിപാടിയെ നടത്തി വന്നിരുന്നൊരു ജമ്മു ആൻഡ് കാശ്മീർ ഉണ്ടായിരുന്നു. ഓർമ്മകളിലല്ല, ഈ സമീപകാലം വരെ, ആർട്ടിക്കിൾ 370 എടുത്ത് കളയുന്നത് വരെ. ആ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ഒരു പുതിയ പതിപ്പായി ഒരുപക്ഷെ ഭാരതത്തിൻ്റെ കയ്യിലേക്ക് ലഭിക്കുന്ന ആ ഭൂപ്രദേശം മാറിയേക്കാം ഇപ്പോൾ പാക് അധിനിവേശ കാശ്മീരായി തുടങ്ങുന്ന ഭൂപ്രദേശം. പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെയും പാക് അധിനിവേശ കാശ്മീർ നമ്മളോട് ചേരുക എന്നുള്ളത് കാലത്തിൻ്റെ ഒരു ആവശ്യമാണ്. അതുപോലെ തന്നെ എക്സൈസിനും അതിനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഒരുങ്ങി വരുന്നുണ്ട്. ഭാരതം അതീവ ജാഗ്രതയോടെ സ്ഥിതിഗതികളെ നിരീക്ഷിക്കുകയാണ്. ഏത് നിമിഷവും വേണമെങ്കിൽ ഒരു നടപടി കൈക്കൊള്ളാമെന്നുള്ള തരത്തിലേക്ക് സൈന്യവും ഒരുങ്ങി നിൽക്കുകയാണ് എന്നാണ് നമുക്കറിയുവാൻ കഴിയുന്നത്. പക്ഷേ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നാളെ സൈനിക നടപടിയിലൂടെ പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കും എന്നല്ല. ഇതിൻ്റെ ഒരു കാലഘടന ഒരുപക്ഷെ നമ്മുടെ ഒരു നോട്ടത്തിൽ ഒരല്പം നീണ്ടുപോയേക്കാം. എന്ന് പറഞ്ഞാൽ ഒരു 6 മാസമോ 1 വർഷമോ 2 വർഷമോ ആയേക്കാം. എന്തായാലും ഒരു 1.5 വർഷത്തിനുള്ളിൽ ഇതിനൊരു തീരുമാനമാകുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നമ്മളോട് സൂചിപ്പിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. പാക് അധിനിവേശ കാശ്മീരിനോട് ചേരുന്നത് ഞാൻ പറഞ്ഞതുപോലെ കാലത്തിൻ്റെ ആവശ്യമാണ്, കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, ഒരു കാലത്തിൻ്റെ നിയോഗമാണ്. പക്ഷേ പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ ഭാരതത്തോട് ചേരുക എന്നുള്ളത് രാഷ്ട്രീയപരമായും പ്രായോഗിക രാഷ്ട്രീയത്തിലും ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിലും എല്ലാം ഭാരതത്തിന് ഒരല്പം ഭീഷണിയുള്ള കാര്യം തന്നെയാണ്. അതും ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യങ്ങളെ നേരിടുവാനുള്ള ഒരു തയ്യാറെടുപ്പുകളോടുകൂടി മാത്രമേ പാക് അധിനിവേശ കാശ്മീരിനെ തിരിച്ചെടുക്കുക എന്നുള്ളൊരു പ്രക്രിയയിലേക്ക്, അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക്, ഇപ്പോൾ പല ഘട്ടങ്ങളും പ്രവർത്തനത്തിലാണ് അല്ലെങ്കിൽ പ്രായോഗികമായി നടപ്പാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, രഹസ്യമായും പരസ്യമായും. പക്ഷേ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഈ മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയായതിനു ശേഷമേ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനും കടന്ന ചില നടപടികൾ കൈക്കൊണ്ടതിന് ശേഷം മാത്രമേ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് ഭാരത സർക്കാർ പോകൂ എന്നുള്ള കാര്യവും ഉറപ്പാണ്. എന്തായാലും പാക് അധിനിവേശ കാശ്മീർ എന്ന് കശ്മീരിനോട് പൂർണ്ണമായും തിരികെ കൂടിച്ചേരുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.